ഹായ്. അങ്ങനെ നമ്മൾ നടന്ന് ചോദിച്ച് അന്വേഷിച്ച് ഇപ്പോൾ ചപ്പൂര എന്ന ഒരു ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ചപ്പൂര ഫോർട്ട് കയറി മടുക്കും. കുറച്ച് ഉയരത്തിലാണ് സംഭവം. അപ്പോൾ നമ്മൾ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം. അതിന് താഴേക്കൂടെയാണ് നമ്മൾ വന്നത്. അത്രയും മുകളിലാണ് ചപ്പൂര ഫോർട്ട് ഉള്ളത്. ഇവിടെ മുഴുവൻ കടകളാണ്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ താഴെ വണ്ടി വെച്ചിട്ടാണ് നടന്ന് മുകളിൽ കയറി വന്നത്. പക്ഷേ ബൈക്ക് 2 വീലർ ഇവിടെ വരെ എത്തും എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അവിടെ നമ്മൾ ഒരു 2 വീലർ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ 2 വീലർ പാർക്കിംഗ് അവിടെ വരെയല്ലേ ഉള്ളൂ, 2 വീലറൊക്കെ അവിടെ തന്നെ വയ്ക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് ഒരു 1/4 കിലോമീറ്റർ നമ്മൾ മല കയറി അങ്ങോട്ട് വന്നത്. അതിൽ 1.5 വരവായിരുന്നു. ആവശ്യതയായി അവിടെ കണ്ടോ. അങ്ങനെ കയറി ആ കാണുന്ന ഡെസ്റ്റിനേഷനിലെത്തും. സോ അപ്പോൾ നമ്മൾ മലമുകളിൽ ചെന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങ് കാണിക്കാം. ഓക്കെ, നമ്മൾ ചപ്പൂരയുടെ മുകളിൽ കയറി ചപ്പൂര ഫോർട്ടിലേക്ക് കയറുന്നതിൻ്റെ വഴിക്ക് കുറച്ച് ദൂരം കയറിയപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു വ്യൂ കാണാൻ പറ്റി. നൈസ് വ്യൂ അല്ലേ നോക്കി. ഇനി അങ്ങോട്ടാണ് വ്യൂ നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമ്മൾ കുറച്ച് ദൂരം നമ്മൾ മലയിലേക്ക് ഒന്നുകൂടി കയറണം. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് ഇറങ്ങുന്നു. ആ വ്യൂവിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി. ചപ്പൂര ഫോർട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു സ്റ്റെപ്പ് താഴെ നിന്നുള്ള ഇതാണ്. ഇനി നമുക്ക് ഫോർട്ടിലേക്ക് കയറാം. അതാണ് ചപ്പൂര ഫോർട്ട്. നമ്മൾ അത്രയും ദൂരം കൂടി കയറുവാനുണ്ട്. ഒരു 2 സ്റ്റെപ്പ് വളഞ്ഞ് കയറാനുണ്ട്. ഈ സ്റ്റെപ്പ് പണിതിട്ടുള്ളത് മറ്റേ വെട്ടുകല്ല് കൊണ്ടാണ് കേട്ടോ. എന്താ വെട്ടുകല്ലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവനും. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നല്ല മാരക വ്യൂ പോയിൻ്റാണ്. അടച്ചിട്ടേ ഒരു രക്ഷയില്ല, ഡയലോഗ് മാറിപ്പോണം. കണ്ട കാഷ്യൂ മരം, കശുമാവ്. കണ്ട ഫോർട്ടിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബ്യൂട്ടി നൈസല്ലേ. നമ്മളിപ്പോൾ ആ ഒരു ബ്യൂട്ടി പയ്യെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. നമ്മളെ ക്യാമറയിലാക്കിയിട്ട് നമ്മൾ പതിയെ ഫോർട്ടിൻ്റെ ഒരു ആംഗിൾ നമ്മളിങ്ങനെ കവർ ചെയ്യും. എന്താല്ലേ, പണ്ട് ബ്രിട്ടീഷുകാരോ രാജാക്കന്മാരോ ആരൊക്കെയോ യുദ്ധം വരുമ്പോൾ പീരങ്കി വെച്ച് പൊട്ടിക്കാനുള്ള ഗ്യാപ്പാണ് ഇട്ടേക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും അന്ന് പോലെ അത്രയും സേഫായിട്ട് അല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കി വെച്ചതാണ് ഇന്ന് നമുക്ക് കാഴ്ച വസ്തുവായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു വ്യൂ ഉണ്ട്, ഒരു മാരക വ്യൂ ഇടുന്നുണ്ട്. നല്ല നൈസ് വ്യൂ. നൈസല്ലേ, എന്ത് പറയാൻ അല്ലേ.
आएगी भेजे നൈസ് അല്ലേ? അതാ ആ സ്റ്റില്ലോട്ടി കാണുന്ന ഫീൽ ഉണ്ടോ? पनीर चिल्ली दे हेमत में एक प्लेट कोई अर्धी प्लेट खाए സ്വർഗത്തിൻ വാതിൽ തുറന്നു. നമുക്കോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളതിൻ്റെ താഴത്തുനിന്ന് കണ്ടായിരുന്നു ഒരു തടാകം പോലെ. അപ്പോൾ നമ്മൾ मेरे को चाबी दो. ഒരു നൈസ് എന്താ കിടുവല്ലേ നോക്കി ഇവിടുത്തെ വ്യൂ. നൈസ് വ്യൂ അല്ലേ? മറക്കണ്ട, ഗോവയിലെ ചപ്പോര ഫോർട്ട് വരുമ്പോൾ ആരും മിസ് ചെയ്യണ്ട. അതായത് നമ്മൾ അഞ്ജുന വാഗത്തൂർ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നാൽ ഇടത് സൈഡിൽ ഒരു വഴിയുണ്ട്. അതിൽ കൂടെയാണ് ചപ്പോര ഫോർട്ടിലേക്കുള്ള വഴി. വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ ഈ നടന്നെത്തുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മനോഹരമായ ദൃശ്യങ്ങൾ കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവിടെ എന്തോ ഒരു സാധനം അങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ പാന്തർ പോലെയാണ് അവൻ നടക്കുന്നത്. പണ്ടെന്തോ നാവിഗേഷനോ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗമോ അങ്ങനെ എന്തോ ആട്ടയാണത്. നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു മനോഹര ദൃശ്യത്തിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ മുഴുവൻ വെട്ടുകല്ലിൻ്റെ മണ്ണാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇവിടെ മിക്കവാറും അവർ പണി ചെയ്തിട്ടുള്ളത് വെട്ടുകല്ലും കൊണ്ട് ആവാൻ കാരണം അതായിരിക്കണം. കാരണം സുലഭമായി കിട്ടുന്നതാണല്ലോ വെട്ടുകല്ല്. പിന്നെ ഒരുതരം പുല്ലുണ്ട്, നമ്മൾ ഗോവയിൽ വെച്ച് കണ്ടില്ലേ, മുംബൈയിൽ വെച്ച് കണ്ടില്ലേ, ഈ ടൈപ്പ് പുല്ല് നമ്മൾ ഒത്തിരി മുംബൈയിൽ വെച്ച് കണ്ടിരുന്നു. വീഡിയോ കാണാത്തവർ ചിലപ്പോൾ അത് കണ്ടു കാണില്ല. ഇനിയൊരു മാരക വ്യൂ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇനി ആ വ്യൂവിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം.
അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു മാരക വ്യൂ ഉണ്ടെന്ന്, അതാണ് ഈ വ്യൂ. നൈസല്ലേ വ്യൂ, അടിപൊളി വേല. നോക്കി നമ്മളെ പുല്ല് കണ്ടില്ലേ, അതിൻ്റെ ഒരു കാറ്റ് താടുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടാവും. ഇങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്ക് കിട്ടുള്ളൂ. ചെറിയ കാറ്റൊക്കെ വന്ന്, വലിയ കാറ്റ് വന്നാലും ഭംഗി ഉണ്ടാവില്ല, മറഞ്ഞു പോകും. ഇനിയുണ്ട് കാഴ്ചകൾ കാണാൻ ഇവിടം. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകണം, ഇവിടെ തന്നെ. ഇനി നമുക്ക് ആഴക്കടലിൻ്റെ മനോഹാരിത കാണണ്ടേ. ആഴക്കടലിൻ്റെ അല്ല, കടലിലേക്ക് നമ്മുടെ സൂര്യപ്രകാശം വീണ് കിടക്കുമ്പോഴുള്ള അതിഭയങ്കര ഭംഗി കണ്ടോ. അതിന് തൊട്ടടുത്ത് ഇതൊക്കെ കിടക്കുമ്പോൾ കണ്ടോ, ബോട്ടുകൾ കിടക്കുമ്പോൾ ഉള്ള ഭംഗി കണ്ടോ. ഇത്ര രസമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഭംഗികളൊക്കെ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ മാത്രം വീണ് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഈ ഭംഗി എടുക്കാൻ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ കിട്ടിയൊന്നുമല്ല. അതിനിപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ആ വെയിലും ആ വെയിലിൻ്റെ ഇതാണ് വന്നത്. ഇപ്പോൾ അവിടെ ഒരു മൂടൽ ഇതാണെന്ന് വെച്ചോ, നമ്മുടെ കാർമേഘം മൂടി വന്ന് കിടക്കുന്നതാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീൽ നമുക്കവിടെ കിട്ടില്ല. സോ എന്താ, അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സൂര്യനെ അഭിമുഖമായി വെച്ചിട്ട് ക്യാമറയിൽ കണ്ട നിഴൽ പോലെയല്ലേ കാണുള്ളൂ എന്നെ. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത ഒരു രസമുള്ള ഒരു ഭംഗിയിലേക്ക് നമ്മൾ പോവാണ്. യെസ്, നൈസല്ലേ. കശുമാവാണ്, ഇവിടെ നിറയെ കശുമാവുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നോക്കിയാൽ ഇതെങ്ങനെ ഇരിക്കും. രസമല്ലേ നോക്കി. നമുക്ക് കുറച്ച് അടുത്തേക്ക് നോക്കാം. നൈസല്ലേ, നാട്ടിൽ നിന്നാണോ? ആലുവയിലെവിടെ? ആലങ്ങാട്. ശരി ശരി. എറണാകുളം തന്നെ, എടപ്പള്ളി. ഇവിടെ വന്നിട്ട് ഒരു മലയാളി ടീമിനെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഒരു മലയാളി ടീമിനെ കണ്ടു. അങ്ങനെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്ക് ദേശത്ത് വെച്ച് നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ പങ്കിട്ടു. ഇതാണ് അതിൻ്റെ അടുത്ത വീട്. അപ്പോൾ നമ്മളതിങ്ങനെ രസമല്ലേ? യെസ്. ഇനി നമുക്കിതിൻ്റെ ഈ പുല്ലിൻ്റെ ഒരു അതിമനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് കാണണമെങ്കിൽ നമുക്കത് വേറെ തരത്തിൽ കൂടെ കാണണം. അപ്പോൾ നമ്മൾ ആ തരത്തിൽ കൂടെ നമ്മളിപ്പോൾ കാണും. രസമല്ലേ? ജുറാസിക് പാർക്കിൽ മറ്റേ വേണ്ട നൈസല്ലേ? പൊന്നെ എന്താ ബ്യൂട്ടി! അവർ പോകുമ്പോൾ ഉള്ള ബ്യൂട്ടി നോക്കി. വൈഡി കൂടെ
ഇനി വേണേ ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം. വേറെ ഫീലായിരിക്കും. നൈസല്ലേ? ആളുകൾ ട്രക്കിങ്ങിന് പോകുന്ന ഫീലല്ലേ? സോ അപ്പോൾ നമ്മൾ ചപ്പോര ഫോർട്ട് നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇല്ലയെന്നങ്ങനെ പറയാൻ പറ്റില്ല, കുറേ കാണാനുണ്ടാവും. കാരണം നമുക്ക് സമയം പരിമിതി ഉള്ളതാണ്. കാരണം നമ്മൾ ഒത്തിരി സ്ഥലത്തേക്ക് എത്താനുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ 3 hours നമ്മളുടെ ഇത്. അതിൽ നമ്മൾ 1 hour ആ ഏരിയ ഒന്ന് വാച്ച് ചെയ്യും, 1 hour അതിൻ്റെ ലൊക്കേഷൻസ് ഒന്ന് നോക്കും, പിന്നെ 1 hour ഷൂട്ട് ചെയ്യും. അപ്പോൾ ഒരു സ്പോട്ടിൽ നമ്മൾ 3 hours കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു മിനിറ്റ് ഒരു ചെറിയ വ്യൂ ഉണ്ട്. കണ്ടാ ഒരു വ്യൂ ഇല്ലേ, ഒരു പ്രത്യേക ഫീലില്ലേ? ആ സൂര്യൻ വന്ന് ഇതിലേക്ക് പതിക്കുമ്പോൾ ആ വൈഡിൽ മൊത്തത്തിൽ ബാക്കിയൊക്കെ സ്റ്റിൽ ഔട്ടും. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കിക്കൊണ്ട് നമ്മളെ ഏരിയ മുഴുവൻ നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ട് നല്ലൊരു സ്റ്റിൽ ഫ്രെയിമിൽ വെച്ച് ബായ് പറഞ്ഞുകൊണ്ട് ബായ്.